നമ്മളെല്ലാവരുടെയും മൊബൈലിൽ ഒരു വീഡിയോ പ്ലെയറും അതുപോലെ തന്നെ ഓഡിയോ പ്ലെയറും ഉണ്ടായിരിക്കുമല്ലോ. ചില വീഡിയോസുകളൊന്നും നമുക്ക് ആ വീഡിയോ പ്ലെയറിൽ പ്ലേ ആവാതിരിക്കും. എന്നാൽ എല്ലാ ഫോർമാറ്റിലുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ പ്ലെയറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെറും വീഡിയോ പ്ലെയർ മാത്രമല്ല, നമുക്കത് ഓഡിയോ പ്ലെയറും അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗൺലോഡറായിട്ട് നമുക്കത് ഉപയോഗിക്കാനാകും. നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ആപ്ലിക്കേഷന്റെ പേര് എക്സ്പ്ലെയർ എന്നാണ്. സാധാരണ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി എക്സ്പ്ലെയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് വീഡിയോ സെക്ഷൻ ആണ് കാണിക്കുക. നമ്മുടെ മൊബൈലിലുള്ള എല്ലാ വീഡിയോസും ഓരോ ഫോൾഡർ ബേസിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഓഡിയോ ഫയലുകളും ഫോൾഡർ ബേസിൽ നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ വീഡിയോ പ്ലെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചില വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ആ സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് അവരോട് ഇങ്ങോട്ട് അയച്ചു തരുമെന്ന് ചോദിച്ചാൽ മാത്രമേ അത് ഒരു വീഡിയോ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് വാട്സാപ്പിൽ ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല സ്റ്റാറ്റസ് ഒന്നും. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മളെ സുഹൃത്തുക്കൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആക്കി വെക്കുന്നുണ്ട്. അത് ഈ ഒരു നോർമൽ സ്കാനിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കില്ല. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ 3 ഡോട്ടില്ലേ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ ഇത് രണ്ടാമതായിട്ട് കാണിക്കുന്ന മാനേജ് സ്കാൻ ലിസ്റ്റ്, അതിൽ വീഡിയോ സെക്ഷനിൽ റെക്കഗ്നൈസ് ഹിഡൻ ഫയൽസ് എന്ന് കണ്ടല്ലോ, ഒന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോന്റെ ഫോൾഡറിന്റെ ലിസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയി വരുമ്പോൾ സ്റ്റാറ്റസസ് എന്ന് കണ്ടില്ലേ, വാട്സപ്പിലെ സ്റ്റാറ്റസുകളൊക്കെ വീഡിയോസൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി ഇതിൽ സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇത് 24 hours മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാറ്റസ് എപ്പോഴാണോ പോകുന്നത് ആ സമയത്ത് ഇതും ഓട്ടോമാറ്റിക്കലി പോകും. ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ വീഡിയോസ്, അതുപോലെ തന്നെ ചില വെബ്സൈറ്റിലെയൊക്കെ വീഡിയോസ് ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ റീൽസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്കോട് കൂടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. കോപ്പി ലിങ്ക് കൊടുക്കുക. കോപ്പി ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ പ്ലെയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ തന്നെ പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിന്റെ ആ ഒരു വീഡിയോ ഉള്ള പേജിലേക്കാണ് പോകുന്നത്. വീഡിയോ പ്ലേ ആയി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ റെഡ് കളറിലൊരു ഡൗൺലോഡിന്റെ ബട്ടൺ ഇല്ലേ, ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഉണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഉണ്ടല്ലോ, ഡൗൺലോഡ് ആവുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റീൽസ് ഒക്കെ വാട്ടർമാർക്കൊന്നും ഇല്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അല്ലല്ലേ, വാട്ടർമാർക്കൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമിലെ പോലെ തന്നെ ഒരു വാട്ടർമാർക്കും ഇല്ലാതെ തന്നെ ഫേസ്ബുക്കിലെ വീഡിയോസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ചില വെബ്സൈറ്റിലൊക്കെ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും, പക്ഷേ നമുക്ക് മൊബൈലിലോട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കില്ല. അപ്പൊ അതിനൊക്കെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് പ്ലേ ആവുന്ന സമയത്ത് URL ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് കോപ്പി ലിങ്ക് കൊടുക്കാം. ഈ ഒരു വീഡിയോന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. ഡയറക്റ്റ്ലി നമുക്ക് ഈ എക്സ്പ്ലെയറിന്റെ ഇത് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് വരും. കണ്ടല്ലോ, ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഡയറക്റ്റ്ലി ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് ഈ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ വാട്ടർമാർക്കൊന്നും ഇല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. 52.29 MB ആണ് ഈ ഒരു വീഡിയോന്റെ സൈസ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇത്രയും വളരെ എളുപ്പമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ പ്ലെയറിലൂടെ നമുക്ക് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ പ്ലെയർ എല്ലാ ഫോർമാറ്റിലുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ അല്ല, പരസ്യങ്ങളൊക്കെ വരും. പരസ്യങ്ങളൊന്നും വരാതെ നമ്മുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ പരസ്യങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.